ഒരു കിടിലൻ കണ്ണൂർ ഓണസദ്യ കണ്ടാലോ? ഞാനത് കണ്ടിട്ട് എന്തായാലും ഞെട്ടി. നിങ്ങളെ ഞെട്ടോ നോക്കാം. വാ. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് എന്തായാലും ഒരു വലിയ അത്തമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് തന്നെ കാണിച്ചു ഫസ്റ്റ്. ഇതാണ് നമ്മളിട്ട അത്തപ്പൂക്കളം. ആദ്യം വിചാരിച്ചു ഇത് ഫുള്ള് പൂവ് ഫില്ലാവില്ലെന്ന്. പിന്നെ ഇട്ടിട്ട് വന്നപ്പോൾ ലാസ്റ്റ് പൂവ് ബാക്കിയായി. മഞ്ഞേൻ്റെ ഒരു അതിപ്രസരമാണ് ഇതിനകത്ത് കാണുന്നത്. കുഴപ്പമില്ല, വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ത് ഡ്രസ്സാണ് ഇട്ടത് നിനക്ക്? കോണീൻ്റെ ടോബീൻ്റെ ഓണക്കോടി. ഈ സാധാരണ ഓണസദ്യ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ മൈൻഡിൽ വരിക? നല്ല തൂശനിലയൊക്കെ ഇട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പി ഇങ്ങനെ കറികളൊക്കെ സൈഡിൽ കൂടെ വെച്ച് ആ ഒരു കൺസെപ്റ്റ് അല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എല്ലായിടത്തേം പോലെ നല്ല ഇലയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സാധനങ്ങൾ വരും. അടുത്ത സാധനം വന്നു, ചമ്മന്തി വന്നു. ചമ്മന്തി അല്ലല്ലോ, ചട്നി വന്നു. ചട്നി. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. നല്ല ചോറ് പ്രതീക്ഷിച്ചിരുന്നവർ സർപ്രൈസായോ? ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഓണം ആയാലും വിഷു ആയാലും എന്തായാലും സദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിരിയാണിയാണ്. നല്ല ഇലയിലൊക്കെ വിളമ്പി ഇതേപോലെ ബിരിയാണി. വയനാട്ടിലൊക്കെ ഓണസദ്യ എന്ന് പറയുമ്പം ഇതുപോലെ ഇലയിൽ കുറേ കറികളൊക്കെ വിളമ്പി അതിൻ്റെ നടുക്ക് ചോറിട്ട് അതിനകത്ത് അവിയൽ, സാമ്പാർ, മോരുകറി അങ്ങനെയൊക്കെ ഒഴിച്ച് അതാണൊരു ഓണസദ്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ ശരിക്കും ഞാൻ ആദ്യം കണ്ടപ്പോൾ വണ്ടറടിച്ചിരുന്നു പോയി. ഇതെന്താ ഇങ്ങനെയെന്നൊരു ചോദ്യമായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ പിന്നെ ഇവിടെയുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഹോട്ടലിലൊക്കെ പോയി ഞാൻ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ പരസ്യം കൊടുത്തിട്ടുണ്ട് ഓണസദ്യ. അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ. അവിടെ സദ്യ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നോൺ വെജ് ഉണ്ടാവാറില്ല, വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ മീൻകറി സൈഡായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ പൊരിച്ചതും ഉണ്ടാവും. ഇത് മാത്രമാണ് ഞാൻ നോൺ വെജ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഞാൻ പറഞ്ഞ സദ്യ. ഇത് എനിക്ക് വയനാട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. കണ്ണൂർ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. ഞാനിവിടെ ഹോട്ടലിലൊക്കെ പോയി നോക്കിയായിരുന്നു, അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത്. നമ്മുടെ നാട്ടിൽ ഫുള്ള് സദ്യ എന്ന് പറയുമ്പം വെജിറ്റേറിയൻ സംഭവങ്ങളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല.